പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ. കേസിൽ 10 പേരെ വെറുതെ വിട്ടത് അംഗീകരിക്കാനാകില്ലെന്നും നിയമപരമായി നേരിടുമെന്നും കുടുംബം അറിയിച്ചു. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കൊച്ചി CBI കോടതി കേസ് പരിഗണിക്കുമ്പോൾ വികാരനിർഭരമായിരുന്നു കല്യാട്ടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ. പത്ത് പ്രതികളെ വെറുതെ വിട്ട നടപടി ശരിയായില്ലെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും ശരത് ലാലിന്റെ അമ്മ ലത. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിധിയിൽ തീരെ തൃപ്തികരമെന്ന് തോന്നുന്നില്ല. കുറ്റക്കാരെല്ലാവരും പ്രതീക്ഷിച്ച കുറ്റക്കാരെന്ന് ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കുന്നു. കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കടുത്ത ശിക്ഷ ലഭിക്കണമെന്നും കൂടെ നിന്നൊറ്റിയവർക്കുള്ള മറുപടിയാണ് കോടതി വിധിയെന്നും കൃപേഷിന്റെ അമ്മ ബാലാമണി. നീതി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പം എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. ആ കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. സർക്കാർ കുറെ കളി കളിച്ചു. കുറ്റക്കാരായ 10 പേരെ വെറുതെ വിട്ട നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കൃപേഷിന്റെ സഹോദരി കൃപ. 10 പേരെ വെറുതെ വിട്ടത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്ക് ശിക്ഷ, കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ. കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരെയും പ്രയത്നം കൊണ്ടാണ് ഇതുവരെ എത്തിയത്. നമ്മളെ തുണയ്ക്കേണ്ടവരാണല്ലോ പ്രതികൾക്ക് കൂട്ടുനിന്നിട്ടുള്ളത്. അപ്പം അനുകൂലമായ വിധി തന്നെ വന്നു. ആർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരെ നമ്മളൊന്നും ചെയ്യില്ല. കൊലപാതകത്തിൽ പ്രധാന പങ്കുവഹിച്ചവരെയാണ് കോടതി വെറുതെ വിട്ടത്. ഇവർ ശിക്ഷിക്കപ്പെടണമെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനും. 14 പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പക്ഷെ കൂടുതൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എല്ലാവരും കിട്ടില്ല. ഇപ്പോൾ കിട്ടിയത്തേക്കെല്ലാം സന്തോഷമുണ്ട്. കോടതി വിധി നല്ല സന്തോഷമാണ്. ഇപ്പോൾ 14 പേർക്ക് ആ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് കോടതി. അത് നമുക്ക് തൃപ്തരാണ്. കാരണം കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഗൂഢാലോചനയിൽ അവർ രക്ഷപ്പെട്ടത് തൃപ്തികരമല്ല. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 കാസർഗോഡ്.